സൗന്ദര്യ മത്സരത്തിൽ വിജയമാവാനായിട്ട് ഇന്നത്തെ കാലത്ത് കേവലം സൗന്ദര്യം മാത്രം പോരാ. കാരണം ഇപ്പം നമ്മൾ പറയുന്നത് ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് എന്നാണ്. സൗന്ദര്യത്തോടൊപ്പം തന്നെ അവർ നിങ്ങളുടെ കാര്യക്ഷമത അളക്കും, നിങ്ങളുടെ മറ്റ് കഴിവുകളെ അളക്കും, നിങ്ങളുടെ ബുദ്ധിയെ അളക്കും. അപ്പം ഇന്ന് എൻ്റെ മുമ്പിലുള്ളത് അതേപോലെയുള്ള 3 സുന്ദരിമാരാണ്. സോ ഓൺ ടു ദ ഷോ, ലെറ്റ് മീ വെൽക്കം ഐശ്വര്യ, ഡോണ ആൻഡ് ശിഖ. ആദ്യം ഞാൻ ഐശ്വര്യയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇപ്പോൾ കേരളത്തിൽ റീസെൻ്റ്ലി കഴിഞ്ഞ മിസ് യൂണിവേഴ്സ് കേരള 2025 വിജയിയാണ് ഐശ്വര്യ ശ്രീനിവാസൻ. പയ്യന്നൂരിൽ നിന്നുള്ളൊരു ഒരു 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 വില്ലേജ്, ഒരു ടൗൺ ഗേൾ ആണ്. അപ്പം എന്തായാലും കൺഗ്രാചുലേഷൻസ്. നമുക്ക് എല്ലാവർക്കും ഒരു വലിയ അഭിമാനമായിരിക്കുകയാണ് അല്ലേ? ഇതേപോലെയുള്ള സൗന്ദര്യ മത്സരങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള ഓരോ ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ ടൗണിൽ നിന്നുള്ള ഓരോ കുട്ടികൾക്കും നമ്മളെ കൊണ്ടും ഇത് പോസിബിൾ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വലിയ സ്റ്റെപ്പാണ് കേരളത്തിൻ്റെ മിസ് യൂണിവേഴ്സിലേക്കുള്ള ഒരു ജേർണി. അപ്പം ആ ഒരു ജേർണിയെ പറ്റി തന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വിന്നറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈവൻ ദോ ഷോ ഡയറക്ടറും മറ്റൊരു പേജൻറ്റിൻ്റെ, അതായത് ഡോക്ടേഴ്സ് ഗ്ലാം ആൻഡ് ഗ്ലോൻ്റെ ഒക്കെ വിന്നർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഫിംഗേഴ്സ് ക്രോസ്ഡ് ഫ്യൂച്ചർ മിസ് യൂണിവേഴ്സിനോട് ചോദിച്ചു തുടങ്ങാം. ഐശ്വര്യ പറയൂ. നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. ഞാനൊരു മോഡലാണ്, ആക്ടറാണ് ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഓൾസോ ഞാനൊരു BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ഗ്രാജുവേറ്റാണ്. പറഞ്ഞ പോലെ എൻ്റെ നാട് പയ്യന്നൂരാണ്. അപ്പോൾ ഞാൻ ഒരു വില്ലേജ് എന്നാണ് വരുന്നത്. പക്ഷേ എൻ്റെ അച്ഛനൊരു ആർമി ഓഫീസറാണ്. അപ്പോൾ ഞാൻ ഓൾ ത്രൂ ഔട്ട് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തിട്ടും വിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ബ്രിങ്ങിങ് അവിടെ ഇവിടെയൊക്കെയാണ്. പക്ഷേ ഞാൻ നാട് പയ്യന്നൂരാണ്. അപ്പോൾ ഒബ്വിയസ്ലി എപ്പോഴും ആൾക്കാരൊക്കെ പറയും ഈ നാട്ടും പുറത്തുനിന്ന് ഇങ്ങനെ വന്നിട്ടൊരു കോമ്പറ്റീഷൻ ജയിച്ചത്, ക്രൗൺ കിട്ടിയതൊക്കെ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് പറയാനുള്ളത് ഡെഫിനറ്റ്ലി സർക്കംസ്റ്റൻസ് അല്ല അതിൻ്റെ ഒന്നും ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളെ ഹാർഡ് വർക്കും നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് നമ്മളെ ഗോൾസാണ്. സോ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ക്രൗൺ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, നൗ കമ്മിങ് ടു ഡോണ. ഡോണയാണ് മിസ് യൂണിവേഴ്സ് കേരള 2025 സ്റ്റേറ്റ് ഡയറക്ടർ. അപ്പം കേരളത്തിൽ ഇത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേം ആണ് മിസ് യൂണിവേഴ്സ് കേരള 2025. ഞാനിപ്പം ഈ ഇന്റർവ്യൂവിന് വരുന്ന വഴി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്നത്, സോ ടുഡേ ഐം ഗോണ മീറ്റ് മിസ് യൂണിവേഴ്സ് കേരള 2025 ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് പറഞ്ഞപ്പോൾ ഹി വാസ് ആസ്കിങ് മീ ലൈക്ക് മിസ് യൂണിവേഴ്സ് കേരളയോ, ഈ ഒരു ടേം നമ്മൾ കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നതുകൊണ്ട് ഐ കുഡ് എഡ്യൂക്കേറ്റ് ദം. സോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ അബൌട്ട് ദ പേജന്റ് പ്ലീസ്. മീനാക്ഷി പറഞ്ഞതുപോലെ മിസ് യൂണിവേഴ്സ് കേരള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഫെമിലിയർ ടേം അല്ല. അവർക്കറിയാവുന്നുള്ള വനിതാ മിസ് കേരള, ഇംപ്രസാരിയോ പ്രസിഡൻസ് കേരള, അപ്പം ഇതൊക്കെ ഫെമിലിയർ ആണ്. പക്ഷേ മിസ് യൂണിവേഴ്സ് കേരള എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യും, ഈവൻ ടു എ സ്പോൺസർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും അവർക്കത് അങ്ങനെ ഒരു മിസ് യൂണിവേഴ്സിൽ എങ്ങനെയാണ് കേരള വരുന്നത്. സോ ഇറ്റ് വാസ് ഇനീഷ്യലി ഡിഫിക്കൾട്ട് ഫോർ എസ് അവരെ കൺവിൻസ് ചെയ്തെടുക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക. പക്ഷേ ലൈക്ക് ലാസ്റ്റ് ഇയർ വാസ് ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് കേരള നടത്തുന്നുണ്ടായിരുന്നത്. അത് വേറൊരു കമ്പനിയായിരുന്നു അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായത്, ഗ്ലാമാനന്ദുമായിട്ട്. ഈ വർഷം മുതലാണ് 3 seconds, അതായത് ഞാൻ അതിൻ്റെ ഓണറാണ്. അപ്പോൾ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ഈ വർഷം മുതലായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ മിസ് യൂണിവേഴ്സ് കേരള എന്ന് പറഞ്ഞ് ആൾക്കാരിലോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പ്രീവിയസ് അവരുടെ ഒരു ബാക്കപ്പ് നമുക്ക് സപ്പോർട്ട് ചെയ്തു, ഇൻ എ വേ സപ്പോർട്ട് ചെയ്തു. ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് ഒരുപാട് ഫെമിലിയർ അല്ലായിരുന്നു. ബട്ട് ദെൻ ഇപ്പോൾ ഐശ്വര്യ വിൻ ചെയ്തു, കുറേ ഓൺലൈൻ മീഡിയാസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ കുറേ പേര് ഇതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് ഒരുവിധം എല്ലാവർക്കും അറിയാം. യെസ്, നിങ്ങളും നാളെ അത് സപ്പോർട്ട് ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ പഴയ കണ്ണൂരൊന്നും അല്ല, ഇപ്പോൾ ഗ്രാമമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഷീ ഈസ് വെരി വി ആർ ലൈക്ക് ലക്കി ടു ഗെറ്റ് ഹർ. ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് ലൈക്ക് ഷീ ബ്രിങ്സ് ദ ക്രൗൺ ബാക്ക് ടു കേരള. ആൻഡ് ഓൾസോ ഇപ്പോൾ പറഞ്ഞപ്പോൾ എന്നോട് കോമെന്റ്സിലൊക്കെ കുറേ ആൾ ചോദിച്ചു മിസ് കേരള അറിയാം, എന്താ ഈ മിസ് യൂണിവേഴ്സ് കേരള? അത് മിസ് യൂണിവേഴ്സ് നമ്മളെ ഇൻ്റർനാഷണൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇന്ത്യയിലുള്ള പ്ലാറ്റ്ഫോമാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ. ആൻഡ് ഇപ്പോൾ അവർ സ്റ്റേറ്റ് വൈസ് നടത്തുകയാണല്ലോ, അപ്പം മിസ് യൂണിവേഴ്സ് കേരള. അപ്പം അത് തന്നെ ആൾക്കാർക്ക് അത്ര ഫെമിലിയർ അല്ല, ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ചോദ്യത്തിലൂടെ അത് ഫെമിലിയറൈസ് ആവട്ടെ എന്ന് ഞാൻ പറയുന്നു. മിസ് യൂണിവേഴ്സ് കേരള, മിസ് യൂണിവേഴ്സ് തമിഴ്നാട്, അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഉള്ള വിന്നേഴ്സ് ആയിരിക്കും മിസ് യൂണിവേഴ്സ് ഇന്ത്യയിലേക്ക് പോകുന്നത്. അതിൽ നിന്നൊരു വിന്നർ ആയിരിക്കും മിസ് യൂണിവേഴ്സിലോട്ട്
പങ്കെടുക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ എനിക്ക് അവരുടെ പ്രോസസ്. മിസ് യൂണിവേഴ്സ് കേരള 2025 നടന്നതിന് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രീവിയസ് ഡേ ആണ് ഡോക്ടേഴ്സ് ഗ്ലാം ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞ മറ്റൊരു പേജന്റ് നടന്നത്. അതിന്റെ വിന്നറാണ് ശിഖ. സോ ഇത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് പേജന്റ് ആയിരുന്നു. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ശിഖയോട് ചോദിക്കാം. ശിഖ പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഷിക്ക സന്തോഷ്. ഞങ്ങൾ 3 seconds പേജിനെ കുറിച്ച് ഐ ബീൻ ഹിയറിംഗ് കുറച്ച് കാലമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. സോ ആരും ഡോക്ടേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ലൈക്ക് യു സെഡ് അവർക്ക് വേണ്ടി ആരും ഐ ഹവ് നോട്ട് സീൻ അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് പേജ് നടത്തുന്നത്. സോ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ഫ്രം ദിയർ സൈഡ് ബിക്കോസ് ഈവൻ വെൻ യു ആർ ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ്, ലൈക്ക് ഒരു മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ പോലും എവ്രി വൺ ഹാസ് ദറ്റ് ഈക്വൽ പാഷൻ ടുവേർഡ്സ് മോഡലിംഗ് ആയാലും ആക്ടിങ് ആയാലും ഇതിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കുറേ പേർക്ക് കിട്ടാറില്ല ടു പോർട്രേ ദംസെൽഫ്, അല്ലെങ്കിൽ ടൈം ചിലപ്പം കിട്ടാറില്ല. സോ ഇത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ ഐ ഹാപ്പൻ ടു സീ ഇവർ ഈ ഇയറും ഐ തിങ്ക് ഒരു 2-3 years ആയിട്ട് ദേ ബീൻ ഡൂയിങ് ദിസ് ഡോക്ടേഴ്സ് പേജന്റ് ഓൾസോ. സോ ഐ ഹാപ്പൻ ടു സീ ദിസ് ടൈം ആൻഡ് ഐ അപ്ലൈഡ് ആൻഡ് ദർ വർ ഓഡിഷൻസ്. അത് ക്ലിയർ ചെയ്തു. അങ്ങനെ പേജന്റ് നടന്നു ആൻഡ് thankfully I could be the winner as well. So I'm really happy that Donna ma'am pole there are people to take initiative in the new things like exclusively idinu vendittu nokka parayumbol it's a great thing. So I'm really happy I could be a part of it also. All right. Doctor engane ipo practice cheyyunnundo, are you completely into No, modeling? so I'm a model as well. Njan oru few years I've been doing modeling also. Appam random balance ചെയ്ത് കൊണ്ട് നടക്കായിരുന്നു. സോ ഫോർ ക്വൈറ്റ് സം ടൈം ലാസ്റ്റ് ഇയർ ഐ ഹാപ്പൻ ടു ഡു എ മൂവി. അപ്പം ഞാൻ എത്തിക്കലി പേഷ്യൻസിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ചെയ്യുന്നത് അത്ര ശരിയല്ലാത്ത കാര്യം ആയതുകൊണ്ട് ഐ റിസൈൻഡ് ഫോർ ദി മൊമെന്റ്. ഐ തോട്ട് കമ്മിറ്റ്മെന്റ്സ് എല്ലാം തീർത്തിട്ട് ഇനി റീജോയിൻ ചെയ്യാമെന്ന്. സോ ഫോർ നൗ ഐ എം നോട്ട് വർക്കിംഗ് ആസ് എ ഡോക്ടർ, ബട്ട് യെസ് സ്റ്റിൽ ലാസ്റ്റ് ഇയർ അതുണ്ടായിരുന്നു, ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഭയങ്കര ഇഷ്ടാട്ടോ മെഡിക്കൽ ഫീൽഡ്. പക്ഷെ അത് നമുക്ക് എത്തിക്കലി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ് നോട്ട് റൈറ്റ്. സോ അതുകൊണ്ട് മാത്രം ഒരു ബ്രേക്ക്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആക്കി ചെയ്യണം. Alright. ഇനി ഈ 2 പേജൻസിലേക്ക് നിങ്ങൾ വന്ന വഴിയാണ് എനിക്ക് ചോദിച്ചറിയാനായിട്ട് ആഗ്രഹം. സോ ഐ തിങ്ക് രണ്ടും സെയിം ആണെങ്കിൽ എനി വൺ ഓഫ് യു ക്യാൻ ആൻസർ. എൻ്റെത് ലൈക്ക് ഞാൻ ചെറുപ്പം തൊട്ട് എൻ്റെ പേര് ഐശ്വര്യ ആയതുകൊണ്ട് ഇങ്ങനെ നാട്ടിലും വീട്ടിലും എല്ലാ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചുമ്മാ കളിയാക്കാൻ ഐശ്വര്യാണോ ഇങ്ങനെ പറയും. അപ്പം ഈ പേര് എപ്പോഴും ഭയങ്കര ഉള്ളിലുണ്ടായിരുന്നു. അമ്മയാണ് ഇങ്ങനെ പറഞ്ഞു തന്നെ മിസ് വേൾഡ് ആണ് ചെറുപ്പത്തിൽ. പിന്നെ എന്താ അറിയില്ല, എൻ്റെ ഫാമിലി മൊത്തം എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ഡോക്ടേഴ്സ്, അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. പിന്നെ 9th and 10th പഠിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ടി വിയിൽ ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കളേഴ്സ് ഐ ഡോണ്ട് റിമെമ്പർ സോണിയിലോ അങ്ങനെ മിസ് ഫെമിന മിസ് ഇന്ത്യൻ്റെ ഒക്കെ കാണുന്നത്. അപ്പോൾ ഇറ്റ് വാസ് വെരി ഫാസിനേറ്റിംഗ്. നമ്മൾ ഇങ്ങനെ ഡ്രസ്ഡ് അപ്പ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും മൈക്കിൽ സംസാരിക്കുമ്പം ആ വാല്യൂ ദാറ്റ് ദേ ബ്രിങ് ടു ദ ടേബിൾ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുന്നത് കുറേ ഒരു പവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് തോന്നി. പക്ഷെ പിന്നെയും സ്റ്റഡീസിൻ്റെ ബാക്കിൽ തന്നെ അങ്ങനെ പോയി. ഞാൻ മെഡിസിനൊക്കെ ട്രൈ ചെയ്തപ്പോൾ പിന്നെ കോളേജിൽ അഗ്രികൾച്ചറിനാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ അവിടെ ഇങ്ങനെ കോളേജൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഐ വാസ് മിസ്സിങ് സ്റ്റേജ് ബിക്കോസ് ഐ വാസ് ഓൾവേസ് എ ഡാൻസർ പെർഫോമർ. എപ്പോഴും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും സ്പോർട്സൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ടായിരുന്നു പഠിത്തം ഉണ്ടായ സ്കൂൾ ലൈഫിലാണെങ്കിൽ. അപ്പോൾ മിസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് റിയാലിറ്റി എപ്പോഴും ഡാൻസ് റിയാലിറ്റി ഷോസിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് കോളേജ് ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് അറിയാമല്ലോ, അങ്ങനെ ലീവ് ഒന്നും തരില്ല. അപ്പോൾ ഐ വാസ് ലുക്കിംഗ് ഫോർ സം എസ്കേപ്പ്. അപ്പോൾ ലിറ്ററലി അപ്പോൾ ഇങ്ങനെ തപ്പി മിസ് മലബാറൊക്കെ നമ്മൾ ആ സൈഡിൽ കുറച്ച് ഫേമസാണ്, അതപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിസ് കേരള കണ്ടു ഇംപ്രസാരിയോടെ. അങ്ങനെ 2019 ഞാൻ ഫസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഐ വാസ് എ ന്യൂ ബി, ഐ ഡിഡ്ന്റ് നോ എനിത്തിങ്, 19 years old. അപ്പോൾ അങ്ങനെ പോയി. ബട്ട് വാട്ട് ഐ റിയലൈസ്ഡ് ഇസ് എൻ്റെ പോലത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികൾ ദേ ആർ ഓൾവേസ് ടോട്ട് ഇങ്ങനെയാണ് വളർന്ന് ഒരു എഡ്യൂക്കേഷൻ വെരി കണ്ടീഷൻഡ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് മേ ബി ഓക്കെ ജോബിന് പോവാം, പിന്നെ അൾട്ടിമേറ്റ്ലി മാരേജ് അങ്ങനെയൊക്കെ കണ്ടുവരുന്ന ഒരു സ്ഥലത്ത് നിന്ന്. ബട്ട് ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു മൈ പാരൻസ്. അവരെപ്പോഴും എന്നെ വളർത്തി, എന്നെ ഏച്ചിനെ വളർത്തിയത് അങ്ങനെയൊന്നും ഇതായിട്ടല്ല, ഒരു സെൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എനിക്ക് ആ ഒരു ഏജിൽ തരാൻ കാരണം ഇറ്റ്സ് മൈ പാരൻസ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഐ റിയലൈസ്ഡ് ബീങ് യുണീക്ക്, കുറച്ച് ഒപ്പീനിയേറ്റഡ് ആവുന്നത്. ഞാൻ എവിടെയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ പറയും, അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യും ആ ഒരു പാജൻ വേൾഡിൽ. അപ്പോൾ ഐ ഡിഡ്ന്റ് നോ എനി ഓഫ് ദിസ്. അപ്പോൾ ഒരു മൈക്ക് പിടിച്ച് സംസാരിക്കുമ്പം പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് മീ, എന്നെ കേൾക്കുക,
ആ വോയിസ് മാറ്റേഴ്സ് റെപ്രസെൻറ്റേഷൻ മാറ്റേഴ്സ് മനസ്സിലാക്കിയത് ആ ഒരു 19 ഏജിൽ. അപ്പോൾ ഐ റിയലി വാണ്ടഡ് ടു, അപ്പോൾ അതിന് നാഷണൽ ലെവലൊന്നും ഇല്ല, ജസ്റ്റ് മിസ് കേരള ഇംപ്രസാരിയോ, അത് ടോപ്പ് 10 എത്തി ഫസ്റ്റ് ട്രയൽ, ഒന്നും അറിയാണ്ട് പോയപ്പോൾ ഐ റിയലി വാണ്ടഡ് ടു വർക്ക്. കോളേജൊക്കെ കഴിഞ്ഞ് പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ 23-ൽ കോൺവൊക്കേഷൻ കഴിഞ്ഞു, അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആയി. അപ്പോൾ 23-ൽ ഞാനിങ്ങനെ ട്രെയിനിങ് ഒക്കെ എടുത്തു. 24-ലായിരുന്നു ഒരു വേറൊരു നാഷണൽ പാജന്റ് അറ്റൻഡ് ചെയ്തു, അതിൽ ടോപ്പ് 5 വന്നു. പിന്നെ സെക്കൻഡ് ട്രൈ ആണിത്, ഇതിൽ വിൻ ചെയ്തു. അങ്ങനെയാണ് പാജൻസിന്റെ എൻ്റെ ജേർണി. ഓക്കെ. ഇനി ശിഖ എനിക്കൊന്ന് പറഞ്ഞു തരുമോ, പൊതുവെ ഇതേപോലെ പേജൻസിലേക്ക് എത്താനായിട്ടുള്ള ഒരു റൂട്ട് എങ്ങനെയാണ്? ലൈക്ക് ഫസ്റ്റ് ഓഡിഷൻസിന് അപ്ലൈ ചെയ്യുക, ബിക്കോസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആകും. ജനറലി എങ്ങനെയാന്ന്, ടു ബി ഓണസ്റ്റ്, എൻ്റെ കാര്യത്തിൽ to be a little different from her journey, probably because ഞാൻ like പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ when I was doing my medical course, ആ സമയത്ത് I just happened to get a call. I just got a call saying that, okay, Shikha, you are being shortlisted for Miss Kerala. Oh, you have applied for something in the... No, see, that's my point. അപ്പം happened to shortlisted ആയെന്ന് പറഞ്ഞു. അപ്പോൾ I thought നമ്മൾ കോളേജിൽ അല്ലേ, അപ്പം prank call ആയിരിക്കും എന്ന് വിചാരിച്ചു സീനിയേഴ്സ് ആരെങ്കിലും റാഗ് ചെയ്യുന്നതായിരിക്കും. I just told my friend, എന്താ അത് മിസ് കേരളയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ I tell my mom everything. She's my best friend. അപ്പം ഞാൻ my mom എല്ലാവരും കുവൈറ്റിലാണ്. I was born and brought up there. ഞാൻ മമ്മീനെ എല്ലാ ദിവസവും വിളിക്കും. സോ ഐ കോൾഡ് ആൻഡ് ലൈക്ക്, മമ്മി ഇങ്ങനെ ഷോർട്ട് അത് ഞാനാ. അപ്പം ഞാൻ എന്ത് ഞാനാ? അപ്പം ഞാനാണ് അയച്ചു കൊടുത്തത് ഫോട്ടോയും ഡീറ്റെയിൽസും. അപ്പം ഞാൻ ടെൽ മീ. അപ്പം ഷീസ് ലൈക്ക്, യാ ഐ ഡിഡ് യു ഗെറ്റ് സെലക്ടഡ്? ഐ വാസ് ലൈക്ക്, ഐ ഗോട്ട് സെലക്ടഡ് അമംഗ് എത്രയോ പേരുണ്ടായിരുന്നു. അതിന് ദെൻ ദർ വാസ് ഓൺലൈൻ ഓഡിഷൻ. അത് ക്ലിയർ ചെയ്തു. ടോപ്പ് 20 ആയി. ടോപ്പ് 20 ടോപ്പ് 10, ദെൻ ടോപ്പ് 5, ആൻഡ് ദെൻ ഐ ബിക്കേം ദി തേർഡ് റണ്ണർ അപ്പ് ഫോർ മിസ് കേരള ആ ടൈമിൽ. അതായിരുന്നു മൈ ഫസ്റ്റ്. അവിടെ നിന്നാണ് എൻ്റെ മോഡലിങ്ങും സ്റ്റാർട്ടായത്. ഫ്രം ദാറ്റ് അത് കണ്ട് എന്നെ കാസ്റ്റ് ചെയ്തതായിരുന്നു ത്രൂ ആഡ്സ് ആൻഡ് ഓൾ ദാറ്റ്. ദെൻ പോസ്റ്റ് ദാറ്റ് ഐ ഹാപ്പൻ ടു ഡു സൗത്ത് ഇന്ത്യൻ ബ്യൂട്ടി കോൺടെസ്റ്റ്. അതിൽ വിന്നറായി. ദെൻ ഓൾ കേരളേൻ്റെ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ്, അതിന് റണ്ണറപ്പായി. സോ മൈ പേജന്റ് ജേർണി അങ്ങനെയായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഒരു ഡോക്ടേഴ്സ്, ഓൾ കേരള ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് കിട്ടിയത്. സോ ഐ ബിലീവ് ഒരു ജേർണി എന്ന് പറയുമ്പം ആരെങ്കിലും ഒരാളുണ്ടാവും നമുക്കത് ഒന്ന് സ്പാർക്ക്. either it will be yourself, you know, taking the initiative, or it can be someone like, you know, in the form of angel like my mom. So അങ്ങനെ ഒരു backbone ഉണ്ടെങ്കിൽ I think you can reach anywhere with your confidence and your hard work. Of course you have to put in a lot of effort, like she said. അതും നമ്മുടെ ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ I think it's more than enough. Yeah. Beautiful. അപ്പം ഇതേപോലെയുള്ള ബിഗ് സ്റ്റെപ്സ് നമ്മുടെ കേരളയിലേക്ക് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് 3 seconds ഡോണോ ഓൺ ചെയ്യുന്ന കമ്പനി. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഹോൾ ഐഡിയ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്നും പിന്നീട് അതിന്റെ പുറകിലുണ്ടായിരുന്ന സ്ട്രഗിൾസ് ആൻഡ് പ്രോസസ് ഒക്കെ എന്തായിരുന്നു? ആക്ച്വലി ഷിഖ പറഞ്ഞതുപോലെ ഇപ്പോൾ ഷിഖയ്ക്ക് ഒരു മദർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചിലർ സ്വന്തമായിട്ട് തന്നെ അതിനൊരു ഇനിഷ്യേറ്റീവ്, ചിലർക്ക് പാഷനറ്റ് ആയിരിക്കും, പക്ഷെ അത് വീട്ടിൽ പറയാനൊരു പേടി ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് അതിലോട്ട് എത്തുക എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ബിക്കോസ് മൈ മോം ഇസ് എ CET പ്രൊഫസർ, ഡാഡ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അവർ കംപ്ലീറ്റ്ലി ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. സിസ്റ്റേഴ്സ് ആണെങ്കിലും ലൈക്ക് റാങ്ക് ഹോൾഡേഴ്സ്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, എനിക്ക് ഫാഷൻ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു മുതലേ. സോ അറ്റ് ദ ഏജ് ഓഫ് 10 years ഐ വാക്ക് മൈ ഫസ്റ്റ് റാമ്പ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ 15 years ഫസ്റ്റ് പാജന്റിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബട്ട് ദെൻ മൈ പേരൻസ് വേ നോട്ട് സപ്പോർട്ടീവ്. ദേ ഡിഡ്ന്റ് വാണ്ട് മീ ടു ഗോ ഇൻ ദാറ്റ് ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. സോ ഐ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ഓൺ ടു മൈ പേരൻസ് ഡ്രീംസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ഇനി ഞാനൊന്ന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാനഡ പോയി. ഐ ഡിഡ് ഫാഷൻ മാർക്കറ്റിംഗ് ദെയർ. ലസാൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചു, ഗ്രാജുവേറ്റ് ആയി. I did many pageants, show direction ഒക്കെ ചെയ്തു അവിടെ, സ്ട്രീറ്റ് ഫാഷൻ അങ്ങനെയൊക്കെ കുറേ ചെയ്തു. സോ ഐ ഗോട്ട് എക്സ്പീരിയൻസ്ഡ് ഓൺ ദാറ്റ്. പിന്നെ സ്ലോലി ഐ തോട്ട് ലൈക്ക് ഓക്കെ, വൈ നോട്ട് സ്റ്റാർട്ട് എ കമ്പനി ഇൻ കേരള? കാരണം കേരളത്താണ് അങ്ങനത്തെ ഒരു ബേസ് ഇല്ലാത്തത്. ഈവൻ ദോ ദർ ആർ, പക്ഷേ കറക്റ്റായിട്ട് നമ്മളൊരു ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ല. സം ആർ ലൈക്ക് എൻഡിങ് അപ്പ് ഇൻ സാഡ് സ്റ്റോറീസ്. അപ്പോൾ അതൊന്നും വേണ്ടല്ലോ. ലേഡീസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഇത് കൊണ്ടുവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. കാരണം എല്ലാ പേരൻസിനും പേടി അതാ, എൻ്റെ മോൾ അവിടെ പോയാൽ സേഫ് ആയിരിക്കുമോ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എങ്ങനെയായിരിക്കും. അപ്പം നമ്മൾ തന്നെയായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ എന്ന് തോന്നിയിട്ടാണ് ആ ഒരു 3 seconds പാജൻസ് ആൻഡ് ഇവൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ ഞങ്ങൾ തുടങ്ങി. ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ് കമ്പനി. ലാസ്റ്റ് ഇയർ നമ്മൾ ഫോം ചെയ്തതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഫോർച്ചുനേറ്റ്ലി ഗ്ലാമാനത്തിൽ ഞാൻ എൻ്റെ പ്രൊഫൈൽ അയച്ചു. ലൈക്ക് ഐ ഹാഡ് വർക്ക് ഫോർ ദീസ് കൈൻഡ് ഓഫ് ഇവൻറ്റ്സ്, അങ്ങനെ ഇതുണ്ട്, ഐ ഹാവ് ദ സ്റ്റഡീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ
they gave us the opportunity to get the franchisee for Miss Universe. അങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ആവുന്നത്. സോ ദാറ്റ്സ് ഹൗ വി കണ്ടക്റ്റഡ് മിസ് യൂണിവേഴ്സ് കേരള. പക്ഷെ അതിന് മുന്നേ വി ഹാവ് ഇവന്റ്സ് ഫോർ കിഡ്സിന് പാജൻസ് ഞങ്ങൾ നടത്തുന്നുണ്ട്. പ്രിൻസ് കേരള അങ്ങനെ നടത്തി. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അത് ലൈക്ക് 4 years സ്റ്റാർട്ടിങ്. ആ ഒരു ഏജ് ആകുമ്പോഴാണ് ഒരു കുട്ടിക്ക് മൈക്ക് പിടിച്ച് അതിന്റെ പേര് ഇതാണ് എന്ന് പറയാനുള്ള ഒരു ഇത് വരെയുള്ളൂ. സോ ലൈക്ക് ആ ഒരു ഏജ് മുതൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് 4 to 7 years ലൈക്ക് ജൂനിയർ കാറ്റഗറി, പിന്നെ 8 to 12 സീനിയർ കാറ്റഗറി, ദെൻ ടീം. ഇത് ഞങ്ങൾ കണ്ടക്ട് ചെയ്തു. സോ സ്ലോലി ഗേൾ ഹൂ ഇസ് ലൈക്ക് യുനോ താല്പര്യമായിട്ട് ഒരു ഫാഷൻ ഫീൽഡിൽ അറിഞ്ഞു വരണമെങ്കിൽ ആ ഒരു ഏജ് മുതൽ ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. പിന്നെ ഈ ഡോക്ടേഴ്സിന്റെ ഒരു ഐഡിയ വന്നതെന്ന് വെച്ചാൽ വി തോട്ട് ലൈക്ക് ഓക്കെ ഡോക്ടേഴ്സ്, എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ഫസ്റ്റ് വന്നത് ഒരു ഡോക്ടറായിരുന്നു. സോ ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സോ ഷീ സെറ്റ് ലൈക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻ ടു വർക്ക് ലൈഫ്, നമുക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് വേണം. സോ വി തോട്ട് ഓക്കെ വൈ നോട്ട് വി ഇൻട്രൊഡ്യൂസ് എ പാജന്റ് ഫോർ ഡോക്ടേഴ്സ്. അപ്പൊ അങ്ങനെയാണ് ലൈക്ക് ഡോക്ടേഴ്സ് ഗ്ലാം ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട് we started. So fortunately എല്ലാം നല്ലതായിട്ട് വന്നു. ബട്ട് സ്റ്റിൽ ലൈക്ക് സപ്പോർട്ട് കുറവാണ് when it comes to Kerala compared to Canada. ഞാൻ വാൻകൂവറിലായിരുന്നു. വാൻകൂവറിലാണെങ്കിൽ ഇഫ് യു ആർ അനൗൺസിങ് an event there will be hell lot of sponsors there. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് ബ്യൂട്ടി ക്വീൻസിന് അടുത്ത് ഞാൻ ചോദിക്കുകയാണ് അബൌട്ട് ദ പ്രിപ്പറേഷൻ ദാറ്റ് യു ഡിഡ് ഫോർ ദ പേജന്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേജന്റ് എന്തൂസിയാസ്റ്റുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു പേജന്റിലേക്കുള്ള ജേർണി? എവറി സിംഗിൾ ഡേ സംതിങ് ദാറ്റ് യു ഡിഡ്, നിങ്ങൾ നിർത്താതെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു റൂട്ടീൻ ഓർ എനിത്തിങ്? Maybe their diet, right? Healthy diet or whatever. Diet, exercise, workout, എന്തും ആകാം. നിങ്ങൾ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഡയറ്റിങ് ലക്കിലി പറയുകയാണെങ്കിൽ ഞാൻ പണ്ടോട്ടേ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബട്ട് മിസ് യൂണിവേഴ്സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഐ റിയലി ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഞ്ചുറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റീഹാബ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയായിരുന്നു എനിക്ക് ഫിറ്റ്നസ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇഞ്ചുറി ട്രിഗർ ആവാണ്ട് തന്നെ എനിക്ക് ഫിറ്റ്നസ് നോക്കണമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് വെരി ഹാർഡ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഭയങ്കര പാടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഡയറ്റും കൂടെ ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത് ഫിറ്റ്നസ് വൈസ്. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുമായിരുന്നോ? സാറ്റർഡേ സൺഡേ എനിക്ക് റെസ്റ്റാണ്, ബാക്കി മൺഡേ ടു ഫ്രൈഡേ വർക്കൗട്ട് ചെയ്യും. പിന്നെ ഡയറ്റ് നന്നായിട്ട് ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 1.5 months ചെയ്തിട്ടുള്ളൂ കറക്റ്റായിട്ട്. ബിക്കോസ് ഞാൻ ഒരു കോഴ്സും ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കൊരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ. അപ്പോൾ ഡാൻസിൻ്റെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഇഞ്ചുറി ഒക്കെ പറ്റിയ. അപ്പോൾ ഒരു 1.5 months ഇതിന് വേണ്ടി ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര മണിക്കൂർ വർക്കൗട്ട് ചെയ്യും ഈ മൺഡേ ടു ഫ്രൈഡേ ഒരു ദിവസം? ലൈക്ക് അത് കുറച്ച് റീഹാബ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ഡയറക്ട്ലി ജമ്പ് ചെയ്യില്ല. കുറേ എൻ്റെ ബാക്ക് സ്ട്രെങ്തനിങ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 hours ഉണ്ടാവും എവറി ഡേ വർക്കൗട്ട്. ചീറ്റ് ഡേയ്സ് ഉണ്ടായിരുന്നു, അതായത് മധുരം കഴിക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു? ഞാൻ അങ്ങനെ ഷുഗർ കട്ടൊക്കെ ലാസ്റ്റ് ആ 1.5 months ഞാൻ പറഞ്ഞില്ല, ആ ഒരു ടൈമിൽ ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിട്ടുള്ളൂ. ഒരു 2 weeks കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ പോയി ഒരു ചോക്ലേറ്റ് കഴിക്കും. പാടായിരുന്നു. ബട്ട് at the end of the day I really wanted to be my best self. കിട്ടോ ഇല്ലയോ എന്നല്ല, എനിക്ക് എൻ്റെ 100% എനിക്ക് എൻ്റെ കോൺഫിഡൻസിന് ഒരു ഇത് തോന്നാത്ത രീതിയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഫിറ്റ്നസ്. അതല്ലാണ്ട് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് അബൌട്ട് ഹൗ നമ്മളെങ്ങനെയാണ് കാണുന്നത് മാത്രമല്ലല്ലോ. കമ്മ്യൂണിക്കേഷൻ ആയാലും Q&A ഉണ്ടാവും. ദേ കെൻ ലിറ്ററലി ആസ്ക് അബൌട്ട് എനിത്തിങ് ആൻഡ് എവറിത്തിങ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ Q&A, കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമായിരുന്നു, ബുക്സ് വായിക്കുമായിരുന്നു, പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ. ഇങ്ങനെ ട്രാവലിംഗ് സമയത്ത് എൻ്റെ ജിമ്മ് കുറച്ച് ദൂരെ, അപ്പോൾ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഇയർഫോണിൽ അങ്ങനെ കേൾക്കും. ടാലൻറ്റ് റൗണ്ട് ഉണ്ടായിരുന്നു, അതിന് കൊറിയോ സെറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ മിററിൽ നോക്കി പ്രാക്ടീസ് ചെയ്യുക, വിച്ച് ഐ വുഡ് റിയലി സജസ്റ്റ്. നമ്മളുടെ എക്സ്പ്രഷൻസ്, ബോഡി പോസ്ചർ അതൊക്കെ വർക്ക് ചെയ്യണം. പിന്നെ ഞാൻ 23 ഒരു ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി അത് അവരെങ്ങനെയാണോ നമ്മളെ ട്രെയിൻ ചെയ്തത് അത് തന്നെ ഞാൻ ഈ 24 to 25 ഒറ്റയ്ക്ക് ചെയ്തു. ഓക്കെ, nice. They have like a swimwear round ille. So other she has to be really fit ആയിരിക്കണം. Even though we are saying that it's not mandatory, but then like it should be like look wise nammal perfect ആയിരിക്കണം, നമ്മളെ ബെസ്റ്റ് സെൽഫ് ആയിരിക്കണം. Exactly. അപ്പോൾ അതുകൊണ്ട് definitely she has to get trained. അപ്പോൾ yeah, she's working on it. Okay, ശിഖ പറയൂ, ശിഖയുടെ പ്രിപ്പറേഷൻസിനെ പറ്റിയിട്ട്. I'm actually very unhealthy ആയിട്ട് കഴിക്കുന്ന ഒരാളാണ്, to be very honest. I was. And then ഇപ്പോൾ ഒരു പേജന്റ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഫോർ ദിസ് പേജന്റ്, ആസ് ഇൻ മൈ പ്രീവിയസ് വൺ വാസ് ലൈക്ക് ലാസ്റ്റ് ഒരു 2 years back. അപ്പം
അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ റിയലി അൺഹെൽത്തി. ബട്ട് താങ്ക്ഫുള്ളി എനിക്ക് ഭയങ്കര ഫാസ്റ്റ് മെറ്റബോളിസം ആണ്. ഐ ഡോണ്ട് നോ, ജസ്റ്റ് ലക്കി ടു ബി ഇൻ ദാറ്റ് കാറ്റഗറി. അപ്പം എന്ത് കഴിച്ചാലും അങ്ങനെ ശരീരത്തിൽ സോ ദാറ്റ് ഇസ് വൺ തിങ്. പക്ഷെ ഞാൻ അതുകൊണ്ട് ഈ പേഷ്യന്റ് ഓഡിഷൻ ക്ലിയർ ആയപ്പം ഐ മേഡ് ഷുവർ ദാറ്റ് അത്ര അൺഹെൽത്തി ഈറ്റിംഗ് വേണ്ടാന്ന് അത് ഞാൻ കട്ട് ഡൗൺ ചെയ്തു. ബട്ട് അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഡയറ്റ് അങ്ങനെ ഞാൻ ചെയ്തില്ല. ബട്ട് ഐ സജസ്റ്റ് യെസ് ഇറ്റ് ഹാസ് ടു ബി ഡൺ. എനിക്ക് താങ്ക്ഫുള്ളി ലൈക്ക് ഐ സെഡ് ആ ഫാസ്റ്റ് മെറ്റബോളിസം എവിടെയോ ഉള്ളത് കൊണ്ട് ഐ വാസ് ലക്കി ഇനഫ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഐ എം എ ഡാൻസ് ഇൻസ്ട്രക്ടർ ഓൾസോ. അപ്പോൾ എനിക്ക് വീക്ക്ലി ക്ലാസ്സസ് ഉണ്ട്. സോ ഐ ടേക്ക് ക്ലാസ്സസ് ആൻഡ് ഐ ലേൺ ഓൾസോ. അപ്പോൾ അത് സ്റ്റുഡിയോയിൽ പോയിട്ട് റെഗുലർലി പഠിക്കാനും പോവാറുണ്ട്. സോ ദാറ്റ് ഓൾസോ കീപ്സ് മീ ഫിറ്റ്. സോ ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ ഹാഡ് ടു ഡു. എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ ഞാൻ ഐശ്വര്യയുടെ വീഡിയോ ആണ് കണ്ടത്. എനിക്ക് ഐശ്വര്യ നെൽസൺ മണ്ടേലൻ്റെ ഒരു കോട്ടൊക്കെ വെച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിനെ പറ്റിയിട്ടാണ് അടുത്തതായി ഞാൻ ചോദിക്കാൻ പോകുന്നത്. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഏതായിരുന്നു ക്വസ്റ്റ്യൻ ആൻഡ് തന്ന ആൻസർ? വിത്ത് ഓൺഗോയിങ് ഭയങ്കര ഇപ്പോൾ വാർസും പീസ് തീരെ കുറവായതുകൊണ്ട് വാട്ട് ഡസ് പീസ് യൂണിറ്റി മീൻസ് ടു യു ആയിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നെൽസൺ മണ്ടേല സമ്മൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഹീസ് മൈ ബർത്ത്ഡേ ട്വിൻ ഓൾസോ, ജൂലൈ 18. അപ്പോൾ ഞാൻ ഇങ്ങനെ ബർത്ത്ഡേ ട്വിൻ ആയവരെ വല്ലാണ്ട് ഇങ്ങനെ നോക്കി വയ്ക്കും. അതുമാത്രമല്ല ഐ ഹവ് സീൻ എസ് ഒരു മൂവി ഓട്ടോബയോഗ്രഫി പോലെ ഒരു മൂവിയൊക്കെ. സോ അതാണ് ഓർമ്മ വന്നത്. ബിക്കോസ് ഹീ സ്റ്റുഡ് ഫോർ ഇറ്റ് ആ ഒരു അത്രയും പണ്ട്. അപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ അത് പറഞ്ഞു. Q&A ബേസിക്കലി അവർ നോക്കുന്ന നമ്മൾ എല്ലാം ഒന്നും നമ്മൾ ഒരു ഹ്യൂമനെ എല്ലാം ഒന്നും അറിയില്ല. ബട്ട് ഒരു ജനറലിസ്റ്റ് ആവാനാണ്, എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ കൊടുക്കാനല്ല. ബട്ട് വാട്ട് യു നോ ആൻഡ് ഹൗ ഡു യു പ്രസൻറ്റ് ഇറ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ലക്കിലി ഞാൻ ആ കോട്ട് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൻസർ പറഞ്ഞത്. Q&A എന്ത് വേണമെങ്കിലും ചോദിക്കാം, എനിത്തിങ് അവർക്ക് ചോദിക്കാം. നമ്മളൊരു പൊളിറ്റിക്കലി ഒക്കെ ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ അത്രയും ഒരു എക്സ്ട്രീമിസ്റ്റ് പോകാണ്ട് ഒരു ഡിപ്ലോമാറ്റിക് ഒപ്പീനിയൻ എന്നാലും what do you So what is that quote you have to? അതെ, ആ കോട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? No human is born knowing how to hate. They are taught how to hate, and if they can be taught how to hate, they can be taught how to love, because love comes innately and easily to human beings. അപ്പോൾ അങ്ങനെ നമുക്ക് ലവ് സ്പ്രെഡ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് വാട്ട് യൂണിറ്റി മീൻസ് ടു മീ. എല്ലാവരെയും ഒരുമിച്ച് ഒരു സൊസൈറ്റിയിൽ പ്രോഗ്രസ് ചെയ്യാൻ, റെസ്പെക്ടിങ് ദ ഇൻഡിഫറൻസസ്. ബിക്കോസ് ആൾക്കാർ ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസസ് ഒക്കെ മാറ്റി വെച്ച് റെസ്പെക്ട് ചെയ്ത് ഒരുമിച്ച് നിൽക്കാൻ ആണ് എനിക്ക് യൂണിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. ശിഖയ്ക്ക് എന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു കിട്ടിയത്? എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പേജന്റിൽ വരുമ്പം ഡു യു തിങ്ക് ദ കണ്ടസ്റ്റൻസ് ആർ എക്സ്പ്ലോയിറ്റഡ്, ആ ഒരു റീൽ അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. സോ അങ്ങനെയാണോ എന്ന്. സോ ഐ സെഡ് സി എവിടെ പോയാലും it's your choice what you do and what you don't do. അതിപ്പം exploitation എന്ന് പറയുന്നത് we are not like small kids where you don't know what's right and what's wrong. But if you know where to say no and when to say no, you'll never be exploited, I believe. That's my stand on that, because I was not. So I knew when to say no, I knew when to take a stand for myself. So that's what I said. So I don't know if you have the confidence to say what has to be done and what has to be not done, അപ്പോൾ ഐ തിങ്ക് യു വോണ്ട് ബി എക്സ്പ്ലോയിറ്റഡ് അങ്ങനെയാണെങ്കിൽ. ബിക്കോസ് ഇറ്റ്സ് യുവർ ചോയ്സ്. ഒരു പേജന്റിന് പോകണോ, അവിടെ എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യാതിരിക്കണം, ഇസ് യുവർ ചോയ്സ്. സോ അതുള്ള കാലം വരെ ഇഫ് യു നോ വാട്ട് ടു ഡു, പിന്നെ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. യു നോ യുവർ സ്റ്റാൻഡ്. അങ്ങനെ ഐശ്വര്യയിലേക്ക് വരുമ്പോൾ, ഐശ്വര്യയുടെ അച്ഛൻ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്തിട്ടുള്ള ഒരു ആർമി ഓഫീസറാണ്. ആൻഡ് അമ്മ നേഴ്സായിരുന്നു. ആൻഡ് ഷി വാസ് എ ഫസ്റ്റ് വുമൻ ടു വർക്ക് അല്ലേ? ഐശ്വര്യയുടെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് ഐശ്വര്യയുടെ അമ്മയായിരുന്നു. അപ്പം ഐ തിങ്ക് കുറച്ചും കൂടെ അക്കാഡമിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു. അപ്പം അവിടെ നിന്ന് ഐശ്വര്യ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും അഡ്വൈസ് തന്നിരുന്നോ? ആ ഒരു ജേർണി ഡിഫിക്കൽട്ടായിരുന്നോ? യെസ്, ഐ വിൽ ബി വെരി ഹോണസ്റ്റ്, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ബട്ട് ഐ വുഡൻറ്റ് സേ അവർ എന്തിനെങ്കിലും എന്നെ റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം എ പ്ലേസ് ഓഫ് അവർക്ക് അറിയില്ലല്ലോ. ബിക്കോസ് നമ്മളെ എൻറ്റയർ ഫാമിലി ഒന്നിക്കൽ എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെയൊക്കെയാണ്. എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ ചേച്ചിയുമാണ് ഫസ്റ്റ് വർക്കിംഗ് തന്നെ പറയാം ഫാമിലിയിൽ. അച്ഛനാണെങ്കിൽ ആർമി ഓഫീസറാണ്, 39 years ആർമിയിൽ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഇതിൽ നിന്ന് ഞാൻ ഒരു മോഡലിംഗ് ഫീൽഡ് ചൂസ് ചെയ്യുക. ബിക്കോസ് ഞാനും ഭയങ്കര ടോപ്പറായി അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അവർക്കൊരു റിയൽ ഷോക്കറായിരുന്നു. ബട്ട് ദ തിങ് ഇസ് ദേ നെവർ സേ നോ. ഇപ്പം മിസ് കേരള 2019 എന്നെ വിട്ടത് അവർ തന്നെയാണല്ലോ. അന്ന് ഐ എം നോട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ഞാൻ ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷെ അന്ന് അവരെന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേജിൽ പോയത്. അപ്പോൾ ഐ ഫീൽ ഇറ്റ് കംസ് ഫ്രം എ പ്ലേസ് അവർക്ക് സിൻസിയർലി അത് അറിയാത്തത് കൊണ്ടും
എങ്ങനെയാ ഫീൽഡ് സേഫ് ആയിരിക്കും മക്കൾക്ക്. ജസ്റ്റ് മാം പറഞ്ഞ പോലെ ഈ പാജൻസിൽ പൊതുവേ നമ്മൾ ന്യൂസിലും മീഡിയാസിലൊക്കെ കാണുന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു മോശം കാര്യമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് മോഡലിംഗ് ഇൻഡസ്ട്രി ഇങ്ങനെയാ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ പാരൻസ് വിൽ ബി വെരി അഫ്രേഡ് ടു സെൻഡ് ദ ഡോട്ടേഴ്സ് ടു ഇറ്റ്. അപ്പം അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കോളേജ് കഴിഞ്ഞിട്ട് മുംബൈ പോയി മോഡലിംഗ് ഏജൻസിയിൽ ജോയിൻ ചെയ്തു. ഞാൻ വർക്ക് ചെയ്തു ഒറ്റയ്ക്ക്. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തു. അതിന് പേരൻസ് സമ്മതിച്ചോ അങ്ങനെ ഒറ്റയ്ക്ക് മൂവ് ഔട്ട് ചെയ്യാനായിട്ടൊക്കെ? ഒരു റിബലായിരുന്നു ഞാൻ പണ്ടേ റിബലായിരുന്നു. എപ്പോഴും എല്ലാ കാര്യത്തിലും എനിക്ക് എന്തെങ്കിലും വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചാൽ ഞാനത് ചെയ്യും. അങ്ങനെ പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛനും അമ്മനോട് അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് I'm taking a break because I really want to figure out എന്താണ് എനിക്കിഷ്ടം. ബിക്കോസ് ഞാൻ അതില്ല വിശ്വസിക്കുന്നത്. നാളെ എന്താവും നമുക്ക് സത്യം പറഞ്ഞാറില്ല, ഇപ്പം എന്താവും എന്നറിയില്ല. അപ്പോൾ നമ്മളിഷ്ടം പോലെ നമുക്ക് ജീവിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ, അതിലൂടെ ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ, അതൊക്കെ അല്ലേ ഭയങ്കര നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു പ്രാവശ്യം ഇരുത്തി ഇങ്ങനെ പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ പോകണം, അച്ഛാ ഇങ്ങനെ പോകണം, ലെറ്റ്സ് സീ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഐ ബി ഗോയിങ് ഓൺ ദാറ്റ് വേ, അല്ലെങ്കിൽ ഐ കം ബാക്ക്, ഐ റൈറ്റ് ദ അഗ്രികൾച്ചർ ഓഫീസർ എക്സാം ഒക്കെ എഴുതാം എന്നൊക്കെ പറഞ്ഞ് തള്ളി അങ്ങനെ ഞാൻ പോയി. പക്ഷേ ഇപ്പോൾ ദേ ആർ വെരി പ്രൗഡ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിന് ബിഗ് താങ്ക്സ് ഗോസ് ടു ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ. നമ്മൾക്ക് മിസ് യൂണിവേഴ്സ് കേരള ഇന്ത്യയിൽ ഇങ്ങനെ നമ്മളുടെ തൊട്ടടുത്ത് ഇങ്ങനെ നമുക്ക് കൊണ്ടുതരുന്നത്. ബിക്കോസ് 2 years ബാക്ക് ഒറ്റ ഒരു ഓഡിഷൻ ആയിരുന്നു. എല്ലാ ഇന്ത്യയിൽ നിന്നല്ല, ലീവ മിസ് ഡീവ വേറെ ഒരു ഓർഗനൈസേഷൻ, അവർ എല്ലാവരും ഒരുമിച്ച് അവിടെ പോയി ചെയ്യണം. ഇതിപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ ഓഡിഷൻ ചെയ്യാം. അപ്പം ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു 3 seconds ഗ്രൂപ്പ് ആൻഡ് മാം. ആക്ച്വലി ഡോണ മാമിൻ്റെ ഫാമിലിയിലേക്ക് വരുമ്പോൾ 3 കുട്ടികൾക്കൊരു സിംഗിൾ മദറാണ്. ഈ ഒരു 3 seconds കമ്പനിയുടെ ഓണറാണ്. ഇതേപോലെ ഒരു പേജന്റ് ഇതുവരെ ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാം കൂടി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഹാർഡ് ആയിരിക്കില്ലേ? വെരി ഹാർഡ്, ടു ബി വെരി ഓണസ്റ്റ്, വെരി ഹാർഡ്. പക്ഷേ ഐ ആം എൻജോയിങ് ഇറ്റ്. ബിക്കോസ് ഇനീഷ്യലി കുറേ സ്ട്രഗിളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലൈക്ക് ഇപ്പോൾ അതൊന്ന് സ്റ്റേബിളായി വരുന്നുണ്ട്. അത് ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തു. ആ ഒരു കംഫോർട്ട് സോൺ, ഇപ്പം പേരൻസിൻ്റെ ഒരു കംഫോർട്ട് സോണിൽ നിൽക്കുമ്പോഴത്തേനും നമ്മളൊന്നും നമുക്ക് വേണ്ടി ചെയ്യില്ല. Okay, they are providing us, let's sit at home, watch TV, have food, have fun. അത്ര ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പണ്ട്. പക്ഷേ when the reality came, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മണി സ്പെൻഡിങ് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേനാണ് സ്ലോലി ആയി മൂവ് ടു കാനഡ. അപ്പോൾ കുറേ കൂടെ നല്ല രീതിയിൽ പഠിച്ചു. കുക്കിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചു. പിന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ട്വിൻസ് ആണ്. അതിൽ ഒരു കുട്ടിക്കാണ് ഡിസേബിൾഡ് ആണ്, ഓട്ടിസ്റ്റിക് ആണ്. സോ ഷീസ് കംപ്ലീറ്റ്ലി ഡിസേബിൾഡ്. അതിൽ ഒരാൾ 6th grade ആണ്, മോൻ വന്നിട്ട് 2nd standard ആണ്. അപ്പം ദേ ആർ ലൈക്ക് വെരി ലവ്ലി കിഡ്സ്. അവർക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളാണ്. കുഞ്ഞാണെങ്കിലും അവർക്കറിയാം മമ്മിയടുത്ത് കൂടുതൽ ഇനി ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്, അങ്ങനെയൊക്കെ അറിയാം നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഫാമിലിയിൽ നിന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നന്നായിട്ട് അത് എനിക്ക് ഈ ഒരു 3 seconds കമ്പനിയിലോട്ട് ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഞാൻ ബാക്കിയുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോഴും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ അത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ശിഖയിലേക്ക് വരുമ്പം ഇവിടത്തെ പോലെയല്ല, സ്റ്റോറി ഡിഫറെന്റ് ആണ്. കാരണം അമ്മയാണ് ഫോട്ടോ അയച്ചു കൊടുത്തത് തന്നെ. സോ അബൌട്ട് യുവർ ഫാമിലി. മൈ ഫാമിലി അവർ ലൈക്ക് ഐ സെഡ്, ഞാൻ പുറത്തായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മെഡിക്കൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നത്. സോ അവരെല്ലാവരും ഇപ്പോഴും അവിടെ തന്നെയാണ്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് അവർക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഒരു ആഡ് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും മൈ മോം ലൈക്ക് ഭയങ്കര ഇതാണ്, ലൈക്ക് ഷീ ലൈക്ക് എത്തിയോ, എങ്ങനെ ഉണ്ടായിരുന്നു, ഷീ വാണ്ട്സ് ടു നോ ഇനി അടുത്ത ഷൂട്ട് എന്നാണ്, അതിലാരൊക്കെയാണ്. സോ ഷീ ഈസ് വെരി എന്തൂസിയാസ്റ്റിക്. അന്ന് മുതൽ ഇന്ന് വരെ ദ സെയിം വൈബ് ഷീ ഈസ് ഗിവിങ് മീ. അപ്പോൾ ആ ഒരു പില്ലർ ഓഫ് സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ പ്രോബബ്ലി ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ലൈഫിൽ. ആൻഡ് ഫോർ മീ ദാറ്റ് ഈസ് ബിക്കോസ് ഞാനായിട്ടൊന്നും അയച്ചു കൊടുക്കാനോ അങ്ങനെ അങ്ങനെ ഇനീഷ്യേറ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ബട്ട് ഐ നെവർ ഹാഡ് ടൈം ഫോർ ദാറ്റ് ബിക്കോസ് ഓഫ് ബീങ് ഇൻ ദിസ് ഈ എഡ്യൂക്കേഷണൽ ഇതിലായതുകൊണ്ട്. സോ അതെല്ലാം മമ്മിയായിരുന്നു എന്നും ചെയ്തുകൊണ്ടിരുന്നത്. സോ ഷീ അവിടെ ഇരുന്നിട്ടാണെങ്കിലും എനിക്ക് വേണ്ടി ഇവിടെ ഷീ ഈസ് ദ വൺ ഹൂസ് ബീൻ ഡൂയിങ് ഈവൻ നൗ ലൈക്ക് ടിൽ ഡേറ്റ്. സോ അത് അങ്ങനെ. ഡാഡ് ഓൾസോ ഡാഡിൻ്റെ കാര്യങ്ങൾ ബിസിയാണ്. ബട്ട് ദെൻ എനി ടൈം ഐ ലെറ്റ് ഹിം നോ ദാറ്റ് ദിസ് ഇസ് വാട്ട്സ് ഹാപ്പനിങ്. എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഹി ഹാസ് ബീൻ ഡൂയിങ് ഓൾ ദാറ്റ്. ജസ്റ്റ് ലൈക്ക് ഹൗ ഷീ സെഡ് ടിൽ ഐ ബിക്കേം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ഒബ്വിയസ്ലി മൈ പേരൻസ് അവർ തന്നെയാണ് ഒക്കെ ചെയ്തത്. ആൻഡ് മൈ ബ്രദർ, ഐ ഹാവ് ടു മെൻഷൻ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ ഇൻ ലോ, അവരും
core support pillars. And I have a small sister. She's only 12 years old. Oh. Yeah, അപ്പം she's like, I want to become like Shika എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. So ഇപ്പോഴേ we are all supporting her also. She also happened to do a ramp walk recently, last year when they had come down. Her whole intention was Shikana പോലെ walk ചെയ്യണം, Shikana swirl ചെയ്യണം. Like that was the whole thing. And yeah, she did a great job. So I'm happy that, you know, my parents are still എന്നെ support ചെയ്ത് അത്ര, she's, or maybe more, and we are also there now to support her. So that's also, yeah. ചേച്ചിയെ പോലെ തന്നെ ആവട്ടെ അനീതിയും എന്ന് ഞാൻ Maybe better. I'm sure she'll become better. Yeah. വിഷ് ചെയ്യുന്നു. എനിവേ, ഇവരിപ്പം പേജന്റ് വിന്നേഴ്സ് അല്ലാതെ ആക്ടേഴ്സ് ആണ് രണ്ടുപേരും. അപ്പം നിങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കൂടി ഞാനൊന്ന് ചോദിക്കുകയാണ്. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് യു, ശിഖ. My first movie, like I happened to do last year. The last year released ആയിരുന്നു. ആനന്ദപുരം ഡയറീസ് എന്നാണ് മൂവിന്റെ പേര്. It was with നമ്മുടെ Meena ചേച്ചി, Meena ma'am. She, you must be knowing, she's been doing only with മെഗാസ്റ്റാർസ്, നമ്മളെ മമ്മൂക്ക, ലാലേട്ടൻ, രജനികാന്ത് സർ, കമൽഹാസൻ, ഇവരൊക്കെ കൂടെ ചെയ്തിട്ടുള്ളൂ. I was paired opposite റോഷൻ, അഡാർ ലവ് ഫെയിം റോഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പെയർ ചെയ്ത്. ആൻഡ് ദർ വെർ വെരി സീനിയർ ആർട്ടിസ്റ്റ് ഇൻ ദ മൂവി. മനോജ് ഏട്ടൻ, ജാഫർ ഇടുക്കേട്ടൻ, ശ്രീകാന്ത് സർ ഫ്രം തമിഴ്. And the crew was really good. Jajo sir is director, Shan Rahman sir music director, Baba Bhaskar sir from Tamil industry, he was a choreographer. അപ്പോൾ എനിക്കൊരു ബിഗ് ലെസൺ, ലൈക്ക് ഒരു ടീച്ചിങ് അക്കാഡമിയിൽ പോയിട്ടൊരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് മോർ ദാൻ ബീങ് ഒരു ഫസ്റ്റ് മൂവിനേക്കാളും ഇവർ ഓരോരുത്തരെ കയ്യിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതായിരുന്നു what I was looking forward to. So that helped me a lot. ആൻഡ് ആ മൂവി കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ സെക്കൻഡ് മൂവി ഓഫേഴ്സ് വന്നതൊക്കെ. പിന്നെ തമിഴിനും തെലുഗുന്നും ഒക്കെ ഓഫർ വന്നു. ബട്ട് ഐ ഹാവ് മൈ ഓൺ കംഫർട്ട് സോൺ. അപ്പം ഞാൻ അത് നോക്കിയിട്ടാണ്, നോട്ട് ബീങ് സെലക്റ്റീവ് അങ്ങനെയല്ല, ഡിമാൻഡ്സ് അതൊന്നുമില്ല. പക്ഷെ എനിക്ക് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു 100% കൊടുക്കണം. അപ്പോൾ ഇഫ് ഐ എം നോട്ട് കംഫർട്ടബിൾ, എനിക്ക് 100% കൊടുക്കാൻ പറ്റൂല. ആൻഡ് ദാറ്റ്സ് ഗോൺ എഫക്ട് ദ ഹോൾ ക്രൂ. സോ ഐ മേക്ക് ഷുവർ ദാറ്റ് എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. സോ നൗ റീസെൻ്റ്ലി ഐ കമ്മിറ്റഡ് മൈ സെക്കൻഡ് മൂവി. That's, yeah, just starting this year end ആവുമ്പോഴാണ് അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. So yeah, fingers crossed. I hope that turns out well. All the best, Shikha. Thank you. ഐശ്വര്യ പറയൂ. ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ത്രൂ വന്നിട്ടുണ്ട്. ആൻഡ് ഒരു ഓഡിഷനെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കോളേജ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി പിന്നെ മോഡലിംഗ് ആണ് കൂടുതൽ ചെയ്തത്. അപ്പോൾ ഡിജിറ്റൽ ആഡ്സ്, പ്രിൻസ്, അങ്ങനെ ബ്രാൻഡ്സിന് കുറേ ഓൾ ഓവർ ഇന്ത്യ ബ്രാൻഡ്സിനൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ ഇപ്പോൾ ഒരു ആഡ് ഫിലിമും ചെയ്തു റീസെൻ്റ്ലി. മൂവീസ് ഞാൻ അങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ടില്ല. 2-3 ഓഫേഴ്സ് വന്നതിൽ ഒരു ഓഡിഷൻ പോയി അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഒരു ഡയറക്ടർ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൂവി ഒരു സിറ്റിങ്ങിന് വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ബിക്കോസ് ഇപ്പം എൻ്റെ മുന്നിലൊരു ഗോൾ ഉണ്ടല്ലോ, മിസ് യൂണിവേഴ്സ് ഇന്ത്യ. അതിപ്പോൾ മിഡ് ജൂലൈയിൽ ഫിനാലെയൊക്കെ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൽ എൻ്റെ സ്റ്റേറ്റിനെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അൾട്ടിമേറ്റ് ഗോൾ. അത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി മൂവീസ് ഒരു പ്ലാൻ തന്നെയാണ് ഫോർ ഫ്യൂച്ചർ. ഓൾ റൈറ്റ്, പ്ലീസ് നമ്മളെല്ലാ മലയാളികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിഷസും ഉണ്ടാകും. നേരത്തെ ഡോണ മാം പറഞ്ഞതുപോലെ തന്നെ യു ഷുഡ് ബ്രിങ് ദ ക്രൗൺ ടു ദ സ്റ്റേജ്. ട്രൈങ് മൈ ബെസ്റ്റ്. ഇതിന്റെ ക്രൈറ്റീരിയാസ് ഒന്ന് പറഞ്ഞു തരാമോ? അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അടുത്ത വർഷം പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. സോ ഫോർ ദം എന്തൊക്കെ ആയിരിക്കണം ക്രൈറ്റീരിയാസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്? മുന്നേ മിസ് യൂണിവേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി ബിലോ 27. പിന്നെ മിനിമം ഏജ് വാസ് ദെയർ. പിന്നെ നിങ്ങൾ അൺമാരിഡ് ആയിരിക്കണം. കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ അതെല്ലാം മാറ്റി. If you are at the age of 60, you can participate for Miss Kerala or Miss Universe. At the age of 60? Yes. 60 വയസ്സ് മാരീഡ് ആണെങ്കിലും പാർട്ടിസിപ്പേറ്റ് നോ ഏജ് ക്രൈറ്റീരിയ. ഏജ് ക്രൈറ്റീരിയ ഇല്ല. പിന്നെ യുവർ മാരിറ്റൽ സ്റ്റാറ്റസ് ഡസന്റ് മാറ്റർ. നിങ്ങൾ മാരീഡ് ആണ്, കുട്ടികളുണ്ടെങ്കിലും യു ക്യാൻ പാർട്ടിസിപ്പേറ്റ്. മിസ് ആൻഡ് മിസ്സസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല? ഒരു വ്യത്യാസമില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് മിസ് യൂണിവേഴ്സ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ്. അപ്പൊ അത് ആർക്ക് വേണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മിനിമം യു ഹാവ് ടു ബി 18 years old. 18 years old. Alright. അപ്പം ഹൈറ്റ് ക്രൈറ്റീരിയ എല്ലാം മാറ്റി. ഇപ്പൊ അങ്ങനെ മിനിമം ഹൈറ്റ് ഈവൻ ട്രാൻസ്ജെൻഡർ വുമൻ can also participate. അത് തന്നെയാണ് ലൈക്ക് വലിയൊരു അക്സെപ്റ്റൻസ്. നമ്മുടെ വുമൺഹുഡിനെ ഒരു എൻകറേജ്മെന്റ് ആണ് അത്. കാരണം എല്ലാവർക്കും അയ്യോ ഞാൻ കല്യാണം കഴിച്ചു പോയി, അല്ലെങ്കിൽ 27 വയസ്സ് കഴിഞ്ഞു, ഇനി എനിക്ക് മിസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏതൊരു പാജന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഇനി തൊട്ട് വേണ്ട. എനിബഡി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. നെക്സ്റ്റ് ഇയർ ഫോർ ഷുവർ വിൽ ബി കമ്മിങ് ഓൺ ബോർഡ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് മോർ ദാൻ 500 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു.
അതിൽ നിന്നുള്ള ലക്കി വിന്നറാണ് ഐശ്വര്യ. ഐശ്വര്യ. ഓക്കെ. ഇറ്റ്സ് ട്രൂലി അമേസിങ്. ഇപ്പോൾ 74th എഡിഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ലോങ് സ്റ്റാൻഡിങ് ലെഗസി ഉള്ള ഒരു പാജന്റിൽ ഇത്രയും ഇൻക്ലൂസീവ് ആയിട്ട് ക്രൈറ്റീരിയാസ് ഒക്കെ മാറി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്. പിന്നെ ഇറ്റ്സ് എ ഹ്യൂജ് റെവല്യൂഷൻ ആക്ച്വലി. അതെ അതെ, എന്തായാലും അങ്ങനെയുള്ള ചേഞ്ചസ് പേജന്റ് ഇൻഡസ്ട്രിയിൽ വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം, എസ്പെഷ്യലി ഫോർ ഷോർട്ട് ഗേൾസ് ലൈക്ക് മീ. ഇവർ ഈ ഇരിക്കുന്നത് പോലെ തന്നെ ഇതേപോലെ ക്രൗണൊക്കെ വെച്ചിട്ട് ഇരിക്കാൻ ആഗ്രഹമുള്ള നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാടധികം ബഡ്ഡിങ് ടാലൻസ് ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് മാം ഒന്ന് പറയൂ, എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തേണ്ടത് എന്നുള്ളത്? ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. കാരണം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല, അയ്യോ സ്റ്റേജിൽ വന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ, നാണം കെട്ടുപോവോ, ഇതല്ല ചിന്തിക്കേണ്ട. അത് ഫസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിൻഡ് ആയിരിക്കും, നമ്മൾ ആ ക്രൗണും കൊണ്ടേ പോവുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ വരണം. ഓക്കെ, നമ്മൾ അവിടെ വരുമ്പോൾ ഇറ്റ്സ് ഓൾ ലൈക്ക് സിസ്റ്റേഴ്സ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്നല്ല, നമ്മളെല്ലാ സിസ്റ്റേഴ്സിനെ പോലെയാണ്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വിൽ ഹെൽപ്പ്, അതൊക്കെ ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ദ ഗോൾ ഷുഡ് ബി ദാറ്റ്. അപ്പോൾ ആ ഒരു ഇത് സ്റ്റെപ്പിലോട്ട് എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി മിസ് യൂണിവേഴ്സ് ഇന്ത്യയുടെ വെബ്സൈറ്റിലാണ് ഇത് രജിസ്ട്രേഷൻസ് ഓപ്പൺ ആവുക. യൂഷ്വലി ജാനുവരി ആ ഒരു ബിഗിനിങ് ആയിരിക്കും അവർ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ദേ ക്യാൻ ഫിൽ ഇൻ ദ ഫോം, എന്നിട്ട് അവരുടെ ഫോട്ടോ, പിന്നെ പേയ്മെൻറ്റ് ഉണ്ടാവും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ബിഗ് പേയ്മെൻറ്റ്. 3,540 ആണ് അവർ എല്ലാ വർഷവും കളക്ട് ചെയ്യുന്നത്. മേ ബി നെക്സ്റ്റ് ഇയർ അത് ഇനിയും താഴോട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്, ഐ ഡോണ്ട് നോ. ബട്ട് കറൻ്റ്ലി ഇസ് 3,540. ആ രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി കോൾഡ് അപ്പ് ഫോർ ഓഡിഷൻസ്. അപ്പോൾ ആ ഓഡിഷൻസിൽ വൺസ് ദേ ആർ ഇൻ സെലക്റ്റഡ് ആണെങ്കിൽ ദേ ഹാവ് ടു കം ഫോർ ദി ഫിനാലെ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്. ഇപ്പോൾ ഒരു കർണാടക ബേസ്ഡ് ഒരു ഗേൾ ആണെങ്കിൽ ഷീ വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ആസ് മിസ് യൂണിവേഴ്സ് കർണാടക. കേരളയിലാണെങ്കിൽ കേരള. അപ്പം ആ സമയം ഇഫ് അറ്റ് ഓൾ വി ആർ സ്റ്റിൽ ദ സ്റ്റേറ്റ് ഡയറക്ടർ, അപ്പോൾ നമ്മളായിരിക്കും അത് ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ പിന്നെ അതിനു വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ കമ്പനിയുടെ സൈഡിൽ നിന്ന് വി ഡു പ്രൊവൈഡ് ഓൺലൈൻ സെഷൻസ് ഒക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈലിംഗ് സെഷൻ കൊടുത്തിട്ടുണ്ട്, ഫിറ്റ്നസ് സെഷൻ കൊടുത്തു. ദിൽ ഗെറ്റ് എ ബേസിക് ഐഡിയ എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആവണം, എങ്ങനെയൊക്കെ ലൈക്ക് പെർഫോം ചെയ്യണം എന്നുള്ളൊരു ബേസിക് ഒരു ഇത് കൊടുക്കും. അത് കഴിയുമ്പോഴത്തേനുമാണ് നമ്മുടെ ഫിനാലയിൽ ഇവർക്ക് ഈ പ്രിലിമിനറി റൗണ്ട്സും റിസോർട്ട് വെയർ ഉണ്ടാകും. ഞങ്ങൾ ഇത്തവണ സ്വിം വെയർ ക്യാൻസൽ ചെയ്തിട്ട് റിസോർട്ട് വെയർ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ടു ഗെറ്റ് ഇൻ ടു ദ മിസ് യൂണിവേഴ്സ് കേരള പാജന്റ്. ഓൾ റൈറ്റ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു, കുറേ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ കേട്ടു. താങ്ക് യു സോ മച്ച്. സോ എന്തായാലും ഇനി വരാനുള്ള എല്ലാ പേജൻസിനും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഐശ്വര്യ, പറഞ്ഞത് മറക്കണ്ട, ക്രൗഡ് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.